മഗധ. ഓക്കെ, മഗധ എന്ന് പറയുന്നൊരു മഹാജനപദയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മഹാജനപദ ആയിരുന്നു മഗധ. ഇന്നത്തെ ബീഹാറിന്റെ ഭാഗങ്ങൾ, ബീഹാർ UPയുടെയൊക്കെ ഈസ്റ്റേൺ ഭാഗമുണ്ടല്ലോ, അവിടെയായിരുന്നു പണ്ട് മഗധൻ സാമ്രാജ്യം ഉണ്ടായിരുന്നത്. മഗധയുടെ ക്യാപിറ്റലായിട്ട് പിൽക്കാലത്ത് വരുന്നതാണ് പാടലിപുത്ര. ആൻഡ് നൗ ഇറ്റ് ഇസ് നോൺ ആസ് പാട്ന. ഇന്നത്തെ ബീഹാറിന്റെ ക്യാപിറ്റലായിട്ടുള്ള പാട്ന എല്ലാം പണ്ടത്തെ പാടലിപുത്രയാണ്. പാടലിപുത്ര വാസ് ദി ക്യാപിറ്റൽ ഓഫ് മഗധൻ എംപയർ. അപ്പോൾ മഗധ എന്ന് പറഞ്ഞ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്നത്തെ ബീഹാർ UPയുടെയൊക്കെ ഈസ്റ്റേൺ ഭാഗം, അവിടെയാണ് മഗധ. ഈ ലൊക്കേഷൻ, അതായത് ഈ മഗധ എന്ന് പറയുന്നൊരു പ്രദേശത്ത് പിൽക്കാലത്ത് പല ഡൈനാസ്റ്റീസ് ഭരിച്ചിട്ടുണ്ട്. ഒരുപാട് ഡൈനാസ്റ്റീസ് ഉണ്ട്. നിങ്ങൾ പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഹരിയങ്ക ഡൈനാസ്റ്റി, ശിശുനാഗ ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി. എന്തിന്? പിൽക്കാലങ്ങളിൽ വരുന്ന മൗര്യൻ സാമ്രാജ്യം വരെ ഈ മഗധ ബേസ് ചെയ്തുകൊണ്ടാണ് ഭരിച്ചിട്ടുള്ളത്. മൗര്യൻസിന്റെയും ക്യാപിറ്റൽ അവിടെ തന്നെയാണ്, പാടലിപുത്ര തന്നെയാണ്. ഈ മഗധ എന്ന് പറഞ്ഞ ലൊക്കേഷൻ വെച്ചുകൊണ്ടാണ് നമ്മുടെ മൗര്യൻ എംപയർ ഒക്കെ വരുന്നത്. ചന്ദ്രഗുപ്ത മൗര്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചാണക്യ. ചന്ദ്രഗുപ്ത മൗര്യ ചാണക്യൻ എന്ന് പറയുന്ന ഒരു അഡ്വൈസറിന്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ചൊരു എംപയർ ആണ് മൗര്യൻ എംപയർ. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 321 BC, 321 BCയിലാണ് ഇങ്ങനൊരു മൗര്യൻ സാമ്രാജ്യം വരുന്നത്. മൗര്യൻ സാമ്രാജ്യത്തിൽ പ്രധാനപ്പെട്ട 3 രാജാക്കന്മാരെ കുറിച്ച് പഠിക്കും. ചന്ദ്രഗുപ്ത മൗര്യ, അദ്ദേഹത്തിന്റെ മകൻ ബിന്ദുസാര, ബിംബിസാര അല്ല ബിന്ദുസാര, ബിന്ദുസാരയുടെ മകൻ അശോക, ദ എംപറർ അശോക, ദ ഗ്രേറ്റ് അശോക, ദ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ? ദ സെയിം അശോക ബിലോങ്സ് ടു മൗര്യൻ എംപയർ. ഈ 3 രാജാക്കന്മാരെ കുറിച്ചായിരിക്കും മൗര്യൻ എംപയറിൽ നിങ്ങൾ പഠിക്കുക, അപ് ടു അശോക വരെ. അശോക തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസും. അശോകന്റെ കുറേ പോളിസീസ് ഉണ്ടല്ലേ. അശോകനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ബുദ്ധമതം സ്വീകരിച്ചിരുന്നൊരു വ്യക്തിയാണ്. അശോകൻ ബുദ്ധമതത്തിലേക്ക് മാറിയതിനു ശേഷം ആ രാജ്യത്തിന് തന്നെ വലിയൊരു മാറ്റം, ഒരു ധമ്മ പോളിസിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഒരു പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല പില്ലറുകൾ, ഈഡിക്റ്റുകൾ അല്ലെ, റോക്ക് ഈഡിക്റ്റുകൾ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അശോക. അപ്പൊ മൗര്യൻ സാമ്രാജ്യം അത്യാവശ്യം കുറെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഏകദേശം 321 ആരംഭിച്ചെങ്കിലും ഇത് അവസാനിക്കുന്നത് അറൗണ്ട് ഒരു 185 BCയിലാണ്. അത്യാവശ്യം നല്ലൊരു കാലഘട്ടം. 4th century മുതൽ 2nd century BC കാലഘട്ടം വരെ ഈ ഒരു മൗര്യൻ എംപയർ ഉണ്ടായിരുന്നു. പക്ഷെ മൗര്യൻ എംപയർ 185 BCയിൽ, ഏകദേശം 2ാം നൂറ്റാണ്ടിൽ 2nd century BC കാലഘട്ടത്തിൽ അത് ഇല്ലാണ്ടായി. വലിയൊരു രാജ്യമായിരുന്നല്ലോ, അത് ഇല്ലാണ്ടായപ്പോൾ പകരം ഈ ഭാഗങ്ങളിൽ പുതിയ ചില രാജ്യങ്ങൾ എമേർജായി വരും. മൗര്യൻ എംപയർ വലിയ രാജ്യമായിരുന്നു, അത് തകരുമ്പോൾ അതിൻ്റെ റിമെയിൻസിൽ പുതിയ രാജ്യങ്ങൾ കയറി വരും അല്ലേ. അത്തരം രാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത്. പോസ്റ്റ് മൗര്യൻ പീരീഡ്, മൗര്യൻസിന് ശേഷമുള്ള കാലഘട്ടം. ഇന്ത്യയിൽ ഒരുപാട് രാജ്യങ്ങൾ ഈ സമയത്ത് ഉണ്ട് പോസ്റ്റ് മൗര്യൻ പീരീഡിൽ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ചില കിങ്ഡംസ്, ശുംഗ എംപയർ, സതവാഹനാസ്, കൻവ എന്ന് പറഞ്ഞൊരു കിങ്ഡം ഉണ്ടായിരുന്നു, കൻവ. പിന്നെ ഇതും പോരാഞ്ഞിട്ട് പുറത്തുനിന്ന് കുറെ രാജ്യങ്ങൾ ഈ സമയത്ത് ഇന്ത്യയിൽ വന്നിട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്, പുറത്തുനിന്നുള്ള ഫോറിനേഴ്സ്. ഇപ്പൊ ഗ്രീക്കുകാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, അവർ ഇന്ത്യയിൽ ചില രാജ്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഇൻഡോ ഗ്രീക്ക് കിങ്ഡംസ്. സിന്ധ്യൻസ് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. ഇന്നത്തെ നമ്മുടെ സെൻട്രൽ ഏഷ്യ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന, കസാഖിസ്ഥാൻ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സിന്ധ്യൻസ്, അവർ ഇന്ത്യയിൽ വന്നിട്ട് സ്ഥാപിച്ച കിങ്ഡമാണ് ശക കിങ്ഡം. ചൈനക്കാർ വന്നിട്ടുണ്ട്, ചൈനീസ് ലീനേജിൽ പെടുന്ന, ചൈനീസ് ഫാമിലി ലീനേജിൽ പെടുന്ന ഒരു കിങ്ഡമാണ് കുഷാന എംപയർ. കനിഷ്ക എന്നൊക്കെ പറഞ്ഞ രാജാവ് ഭരിച്ചിരുന്ന കുഷാന എംപയർ. ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഈ പോസ്റ്റ് മൗര്യ പീരീഡിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഗ്രീക്കുകാരുണ്ട്, സിന്ധ്യൻസ് ഉണ്ട്, കുഷാനാസ് ഉണ്ട്, സുങ്കാസ് ഉണ്ട്, സതവാഹനാസ് ഉണ്ട്, കൻവാസ് ഉണ്ട്, ചേതി എന്നൊരു കിങ്ഡം ഉണ്ട്, പാർത്തിയൻസ് എന്നൊരു കിങ്ഡം ഉണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ കുഷാന എന്ന് പറഞ്ഞൊരു എംപയറിനെ കുറിച്ച് പറഞ്ഞില്ലേ, കനിഷ്കയുടെ. കുഷാനാസ് ആണ് ഏറ്റവും അവസാന കാലഘട്ടങ്ങൾ, ഈ പോസ്റ്റ് മൗര്യ പീരീഡിൽ തന്നെ അവസാന കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ നോർത്തേൺ ഭാഗമൊക്കെ ഭരിച്ചിരുന്ന രാജ്യമാണ് കുഷാന എംപയർ. നോക്കുക, ഈ പോസ്റ്റ് മൗര്യൻ കാലഘട്ടം, മൗര്യൻസും പോസ്റ്റ് മൗര്യൻ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്ന അതേ സമയത്ത്
ഇന്ത്യയുടെ സൗത്തിൽ അത് സൗത്ത് ഇന്ത്യ ഭാഗം, ഇന്നത്തെ കേരള, തമിഴ്നാട് ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ റീജിയൻസിൽ ഉണ്ടായിരുന്ന 3 രാജ്യങ്ങളുണ്ട്. ഈ പോസ്റ്റ് മൗര്യ പീരീഡും മൗര്യൻ പീരീഡ് എന്നൊക്കെ പറയുന്ന കൂടുതലും ഇന്ത്യയുടെ നോർത്തിലോട്ടാണ്. നോർത്ത് മുതൽ വേണമെങ്കിൽ ഡെക്കാൻ റീജിയൻ വരെ പറയാം, ഇന്നത്തെ കർണാടകയുടെ ഭാഗം വരെയൊക്കെ വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞാൽ ദി എക്സ്ട്രീം സൗത്ത് ഉണ്ട്, നമ്മുടെ ഇന്നത്തെ കേരള തമിഴ്നാട് ഭാഗമുണ്ട്. ഇതേ സമയത്ത് തമിഴ്നാട് ഭാഗങ്ങളിൽ, കേരള തമിഴ്നാട് ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന 3 രാജ്യങ്ങളാണ് ചേര, ചോള, പാണ്ഡ്യ രാജ്യങ്ങൾ. ചേര, ചോള, പാണ്ഡ്യാസ്. ഈ 3 രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു കാലഘട്ടം, അതാണ് സംഗം പീരീഡ് അഥവാ സംഗം കാലഘട്ടം. സംഗം കാലഘട്ടത്തില് ചേര, ചോള, പാണ്ഡ്യ 3 രാജ്യങ്ങളാണ് ഉണ്ടാന്ന് പറഞ്ഞില്ലേ. ആ രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിക്കുക. എന്താണ് സംഘം എന്നും സംഘം കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചില ലിറ്റററി വർക്ക്സ് ഒക്കെ ഉണ്ട്. ചിലപ്പതികാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോവലന്റെയും കണ്ണകിയുടെ ഒക്കെ കഥകളുണ്ട് അല്ലേ. തോൽക്കാപ്പ്യം ഒരു ഗ്രാമർ, ഒരു മൊറാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഇങ്ങനെ കുറേ വർക്ക്സ് ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, സംഘം ലിറ്ററേച്ചർ. അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, സംഘം ഏജ് എന്ന് പറഞ്ഞാൽ ദേ വർ കണ്ടംപററി ടു മൗര്യൻസ് ആൻഡ് പോസ്റ്റ് മൗര്യൻസ്. മൗര്യൻ പീരീഡിൽ അശോകനൊക്കെ ഭരിക്കുന്ന സമയത്തും ചേരാച്ചോള പാണ്ഡ്യന്മാർ സദേൺ ഭാഗത്തുണ്ട്. അത് കഴിഞ്ഞ് പോസ്റ്റ് മൗര്യൻ കിങ്ഡംസ് വന്ന സമയത്തും ഇവര് സൗത്തിലുണ്ട്. അതിനെല്ലാം ശേഷം ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത്, എസ്പെഷ്യലി ഇപ്പൊ നോർത്തിലെ കേസ് എടുക്കുകയാണെങ്കിൽ പോസ്റ്റ് മൗര്യൻസിന് ശേഷം നോർത്ത് ഭാഗത്ത് ഭരിക്കുന്ന കിങ്ഡമാണ് ഗുപ്ത എംപയർ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പോസ്റ്റ് മൗര്യ പീരീഡിൽ അവസാനമായിട്ട് ഇന്ത്യയുടെ നോർത്ത് ഭാഗം ഭരിച്ചിരുന്ന രാജ്യം കുഷാന എംപയർ ആണ്, കനിഷ്കയുടെ. ഈ കുഷാന എംപയറിന്റെ കാലഘട്ടത്തിൽ അവരുടെ ഓഫീസേഴ്സായിട്ട് നിന്നിരുന്ന ഒരു ഫാമിലിയാണ് ഗുപ്താസ് എന്ന് പറയുന്നത്. കുഷാനാസിന്റെ ഓഫീസേഴ്സ് ആയിരുന്നു. കുഷാനാസിന്റെ അണ്ടറിൽ ജോലി ചെയ്തിരുന്ന ഫ്യൂഡേറ്ററീസ് ആയിട്ടും സബോർഡിനേറ്റ്സ് ആയിട്ടൊക്കെ നിന്നിരുന്ന ആൾക്കാരാണ് ഗുപ്താസ്. കുഷാന എംപയർ തകർന്നപ്പോൾ ഗുപ്താസ് ബിക്കെയിം പവർഫുൾ. അപ്പൊ പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിലെ കുഷാന എംപയർ തകർന്നപ്പോൾ ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്ത് എമേർജായി വന്നൊരു എംപയർ ആണ് ഗുപ്ത എംപയർ. ശ്രീഗുപ്ത എന്ന് പറഞ്ഞ രാജാവാണ് അത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഫൗണ്ട് ചെയ്തത്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത 1-ാമൻ, ചന്ദ്രഗുപ്ത 2-ാമൻ, കുമാരഗുപ്ത, ഇങ്ങനെ കുറേ രാജാക്കന്മാർ ഈ ഗുപ്ത എംപയറിൽ ഭരിച്ചിരുന്നു. ഏറ്റവും ഫേമസ് ആണ് സമുദ്രഗുപ്ത, അതുപോലെ ചന്ദ്രഗുപ്ത 2-ാമൻ. ചന്ദ്രഗുപ്ത 2-ാമന്റെ മറ്റൊരു പേരാണ് വിക്രമാദിത്യ. നിങ്ങൾ പണ്ട് വേതാളവും വിക്രമാദിത്യനും കഥകൾ കേട്ടിട്ടില്ലേ? വേതാളവും അല്ലെ, വിക്രമാദിത്യനും വേതാളം അല്ലെ. അപ്പൊ ആ വിക്രമാദിത്യ, ഉജ്ജയിനിലെ രാജാവായിരുന്ന വിക്രമാദിത്യ, അവരെല്ലാവരും ഈ ഗുപ്ത എംപയറിൽ പെട്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് പോസ്റ്റ് ഗുപ്ത പീരീഡ്. പോസ്റ്റ് ഗുപ്ത പീരീഡ് അത് ഗുപ്ത എംപയർ തകർന്നിട്ട് അതിന്റെ റിമെയിൻസിൽ നിന്ന് വന്നിട്ടുള്ള കാലഘട്ടം, അതാണ് പോസ്റ്റ് ഗുപ്ത പീരീഡ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ പോസ്റ്റ് ഗുപ്ത പീരീഡ് നമ്മളിനി മിഡീവൽ പഠിക്കുമ്പോൾ മിഡീവൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ആദ്യത്തെ ചാപ്റ്റർ ഏർലി മിഡീവൽ പീരീഡ് എന്ന് പറയും. ഏർലി മിഡീവൽ പീരീഡ്. ഈ പോസ്റ്റ് ഗുപ്ത പീരീഡും മിഡീവലിലെ ഏർലി മിഡീവൽ പീരീഡും രണ്ടും ഓവർലാപ്പ് ചെയ്തു വരുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇന്ന വർഷം മുതൽ മിഡീവൽ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ന വർഷം ഏൻഷ്യൻ തീരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂഷൻ ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏകദേശം 8-ാം നൂറ്റാണ്ടായപ്പോഴാണ് ഏൻഷ്യൻ ഇന്ത്യയുടെ ഒരു അവസാനം പറയുന്നു എന്ന് പറയും അല്ലേ. പിന്നെ മിഡീവൽ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഈ 8-ാം നൂറ്റാണ്ട് ഏകദേശം എന്നാ പറഞ്ഞത്, കൃത്യം പറയാൻ പറ്റത്തില്ല, എനിക്ക് ഇന്ന വർഷം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏൻഷ്യൻ്റെ കഴിഞ്ഞ് മിഡീവലിലേക്കുള്ള സ്റ്റാർട്ടിംഗ് ഇല്ലേ, ആ ഒരു ടൈം പീരീഡ് ആണ് പോസ്റ്റ് ഗുപ്ത പീരീഡ്. അതുപോലെ മിഡീവലിൽ പഠിക്കുന്ന ഏർലി മിഡീവൽ പീരീഡ്. അപ്പോൾ ഇതാണ് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും മെയിൻലി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഞാൻ ആദ്യമേ നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റേഴ്സിൻ്റെ പേരുകളും അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ, ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ തന്നത്. കഥ പോലെ മനസ്സിലാക്കണം, അതുകൊണ്ടാണ്. ഞാൻ വെറുതെ ഒരു ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതിനൊരു കണക്ഷൻ വേണം. ഇതിങ്ങനെയാണ് ഓരോ പീരീഡും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് മനസ്സിലാവും. ദിസ് ഇസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നമ്മളിനി അടുത്ത വീഡിയോയിൽ ഇതിനകത്തുള്ള ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.
ഒന്നുകൂടെ പറയണേ, ലാസ്റ്റ് സ്ലൈഡ് വെച്ചിട്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. ഒരു കഥ പോലെ ഹിസ്റ്ററി പഠിക്കുക എന്നുള്ള ധാരണയിലൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടെ നടത്തും. സോ നമ്മൾ ഇന്നത്തെ സെഷനകത്ത് കുറേ ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഏൻഷ്യൻ ഇന്ത്യയിലെ ഏതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിന്ന് ചെയ്തത്. കാരണം നിങ്ങൾക്കറിയാം കുറേ ചാപ്റ്റേഴ്സിൻ്റെ പേര് ഞാനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സും കണക്റ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ളൊരു ഐഡിയ വേണം. കഥയാണ്, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിയാണ്. ഓരോ ഇവൻറ്റ്സും ഓരോ റീജൻസും കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏൻഷ്യൻ ഇന്ത്യയിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ അഥവാ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നൊരു ചാപ്റ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ സൈനിങ് ഓഫ്. താങ്ക് യു.